പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, സമസ്ത വാർഷിക പരീക്ഷ 1-ാം ക്ലാസ് തഫ്ഹീമുത്തിലാവ വായന എഴുത്ത് ഈ 2 പരീക്ഷകളുടെ മോഡൽ ചോദ്യപേപ്പറും രക്ഷിതാക്കൾ പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ വളരെ ഉപകാരപ്രദമായ നല്ല വീഡിയോയാണ്. മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ചാനലിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി ഒരുപാട് 1-ാം ക്ലാസ്സിൻ്റെ മോഡൽ ചോദ്യപേപ്പറുകൾ പരിചയപ്പെടുത്തിയ നല്ല വീഡിയോ ഉണ്ട്. കാണാത്തവർ അതും കൂടെ ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ചോദ്യപേപ്പറിലേക്ക് വരുമ്പോൾ ആദ്യം ഉണ്ടാവുക തഫ്ഹീമുത്തിലാവ ഖിറാഅ എന്ന ഭാഗമായിരിക്കും. അതായിരിക്കും ഹൈലൈറ്റ് ഭാഗമായി വരിക. അതിൻ്റെ അപ്പുറത്താണ് കിതാബത്ത് എന്ന ഭാഗം ഉണ്ടാവുക. ആദ്യം എഴുത്ത് പരീക്ഷയായിരിക്കും, എന്നിരുന്നാലും പേപ്പറിൽ ഹൈലൈറ്റായി വരുന്നത് വായന പരീക്ഷയാണ്. കുട്ടികളെ കൊണ്ട് ആദ്യം ചോദ്യപേപ്പറുള്ളത് എഴുതിപ്പിച്ച് ഓരോ കുട്ടിയെയും ഉസ്താദിൻ്റെ അടുത്തേക്ക് വിളിപ്പിച്ച് വായിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത്. അതിൻ്റെ നേരെ നിർദ്ദേശ മാർക്കുണ്ടാകും, അത് കുട്ടിക്ക് ഇട്ടുകൊടുക്കുകയും ചെയ്യും. മുഴുവൻ അക്ഷരങ്ങളും വായനയും കൃത്യമായി അറിയുന്ന കുട്ടികൾക്ക് ഉറപ്പായും 2 വിഷയങ്ങളിലും മുഴുവൻ മാർക്കും അഥവാ 50-50 100 മാർക്കും നേടാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. മോഡൽ ചോദ്യപേപ്പറിലേക്ക് വരുമ്പോൾ ഒന്നാമത്തത് പദങ്ങൾ വായിച്ച് തൊട്ടുകാണിക്കാം എന്നുള്ളതാണ്. അതിൽ 5 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, 5 പദങ്ങളും നൽകിയിട്ടുണ്ട്. ഒന്നാമത്തത് ഫനസുൻ, കുട്ടികൾ തൊട്ട് കാണിക്കുന്നത് ചക്കയായിരിക്കും. ഹാത്തിഫുൻ, ഫോൺ എന്നുള്ളത് കാണിക്കും. സൗറുൻ, കാളയെ കാണിക്കും. സറാഫത്തുൻ, ജിറാഫ്. സലീക്കുൻ, ഏതാണ് മക്കളെ സലീക്കുൻ? സ്ട്രോബെറിയാണ്. ഇതൊക്കെ പാഠഭാഗങ്ങളിൽ വന്ന മെയിൻ ഹെഡിങ്ങുകളാണ്. കുട്ടികൾക്ക് ഇതൊക്കെ അറിയുന്നുണ്ടോ എന്നൊന്ന് ഉറപ്പുവരുത്തുക. അവരെ കൊണ്ട് ഓരോന്ന് തൊട്ട് കാണിക്കാൻ വേണ്ടി ആവശ്യപ്പെടുക. മറ്റേത് മോഡൽ ചോദ്യം വരുമെന്ന് എനിക്ക് ഉറപ്പ് തരാൻ പറ്റിയില്ലെങ്കിലും ഈ ഒരു മോഡൽ ചോദ്യം ഉറപ്പ് തരാൻ പറ്റുന്ന ചോദ്യമാണ്. അതുകൊണ്ട് തഫ്ഹീമുത്തിലാവ ഭാഗം 1 മുതൽ 2 ഭാഗത്തിൻ്റെ അവസാനം വരെയുള്ള ഓരോ പാഠഭാഗത്തിൻ്റെയും മെയിൻ ഹെഡിങ്ങായി വരുന്ന ഭാഗവും അതിൻ്റെ ആശയമായി വരുന്ന ചിത്രവും കൃത്യമായി അറിഞ്ഞിരിക്കുക. ചിത്രം കാണിച്ച് പേരെഴുതാൻ, പേര് കാണിച്ച് ചിത്രം പറയാൻ, ഇതൊക്കെ ചോദിക്കുന്നതാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തത് പുസ്തകത്തിലുള്ള വാക്ക് വായിക്കാം എന്നാണ്. 4 വാക്കുകൾ പുസ്തകത്തിൽ എഴുതിയത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓരോന്നിനും നിർദ്ദേശ മാർക്ക് അതിൻ്റെ നേരെ കൊടുത്തിട്ടുണ്ട്. ഓരോന്ന് വായിക്കാൻ വേണ്ടി കുട്ടിയോട് പറയുക. എന്താണ് മോനെ വായിക്കുക, അല്ലെങ്കിൽ മകളെ എന്താ വായിക്കുക? ഒന്നാമത്തെ ബുക്കിലുള്ളത് സോധിറുൻ, രണ്ടാമത്തെ ബുക്കിലുള്ളത് മരീലൻ, മൂന്നാമത്തെ ബുക്കിലുള്ളത് ഷഅബാനു, നാലാമത്തെ ബുക്കിലുള്ളത് ഗിബ്തത്തുൻ. ഒന്ന് സാവകാശമാക്കിയത് കുട്ടികൾക്ക് കൂടെ വായിക്കാനുള്ള ഒരു സമയം സാവകാശം കൊടുത്തതാണ്. ഇതുപോലെ ഒരു ചോദ്യവും നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഏത് പദമാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാ ഭാഗവും കൃത്യമായി കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുക. മക്കളെ, ഇനി മൂന്നാമത്തെ ചോദ്യം വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ നല്ല നല്ല പേപ്പറുകൾ പരിചയപ്പെടുത്തുന്ന വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സ്നേഹമായ സബ്സ്ക്രൈബാണ്. ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുത്തേക്കുക. വീഡിയോയുടെ അവസാനം നന്ദി അറിയിച്ച് അൽഹംദുലില്ലയോ, താങ്ക്സോ, ആമീനോ മറ്റെന്തെങ്കിലും ഒന്ന് കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യുക. മൂന്നാമത്തെ നിങ്ങൾ നോക്കൂ, യോജിച്ച അക്ഷരങ്ങൾ ചേർത്ത് വായിക്കാം എന്നുള്ളതാണ്. 5 സ്ട്രോബെറിയിലായി 5 അക്ഷരങ്ങളുണ്ട്. 5 ചോദ്യങ്ങൾ. ആദ്യത്തെ അക്ഷരം അവിടെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഓരോ സ്ട്രോബെറിയിൽ നിന്നും യോജിച്ച അക്ഷരം നമ്മൾ തിരഞ്ഞെടുക്കണം. ഒന്നാമത്തത് ഡാഷ് നബുൻ, ലൂ എന്നുണ്ട്, ഐ എന്നുണ്ട്, ത്വീ എന്നുണ്ട്, ഖി എന്നുണ്ട്, ദി എന്നുണ്ട്. ഏതാണ് ഇവിടെ യോജിച്ചത്? ഒന്ന് ആലോചിച്ച് നോക്ക്. ഐ എന്നല്ലേ? റീനബുൻ എന്നതാണ് ശരിയായത്. ഇനി ഹിറുൻ എന്നുണ്ട്. ഹിറുൻ എന്നതിനോട് യോജിച്ചത് ഏതാണ്? ലു എന്നതാണ്. ലുഹിറുൻ. ഇനി കിറുൻ എന്നുണ്ട്. കിറുൻ എന്നത് പാഠത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. അതിൻ്റെ മുമ്പൊരക്ഷരം പോയിട്ടുണ്ട്. ഏതാണത്? റി അല്ലേ? റിക്കിറുൻ.
യെസ്, ഓക്കെ. ഇനി ഫുലുൻ എന്നുണ്ട്, അതെല്ലാവർക്കും എളുപ്പമായിരിക്കും. ഫുലുൻ നിങ്ങളുടെ അറബിയിലുള്ള പേരാണ് ഫുലുൻ. അതിൻ്റെ ബാക്കി എന്താണ്? ത്വി എന്നതാണ്. ത്വിഫുലുൻ. തിഫുൽ എന്ന് പറഞ്ഞാൽ കുട്ടി എന്നാണ് അർത്ഥം. അടുത്തത് ഋതുൻ എന്നുണ്ട്. ഏതാണ് അവിടെ പോയിട്ടുള്ള അക്ഷരം? ഇനി ആകെ ഒരു അക്ഷരേ ബാക്കിയുള്ളൂ, അത് ഖി എന്നാണ്. അത് തന്നെയല്ലേ അവിടെ വരുന്നത്? ഖിർദുൻ. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ അക്ഷരങ്ങളും ചേർത്തി നമ്മളതിനെ വായിക്കേണ്ടത്. രക്ഷിതാക്കൾ അതൊന്ന് ശീലിപ്പിക്കുക. കുട്ടികൾക്ക് ആദ്യമായതുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ചായിരിക്കും അവരുടെ പെർഫോമൻസ് ഉണ്ടാവുക, ശ്രദ്ധിക്കുക. ഇനി അടുത്തത് നമുക്ക് നാലാമത്തൊന്ന് വായിക്കാം. നല്ല കളർഫുള്ളായിട്ടുള്ള 5 ബലൂണുകളുണ്ട്. നല്ല രസമാണ് കാണാൻ. ബലൂണിലുള്ള അക്ഷരങ്ങളൊന്ന് വായിച്ചാൽ മതി. ഒന്നാമത്തെ ബലൂണിലുള്ളത് എന്താണ്? ഹ ഇ. പിന്നെ കറുത്ത ബലൂണിലുള്ളത് ല ഇ. ലോദ് എന്ന് പറയരുത്, ലോ ആണ്. മഞ്ഞ ബലൂണിലുള്ളതാണ് ലോദ്. പച്ച ബലൂണിലുള്ളത് ഏതാണ്? ഖാഫ്. ക്യാഫ് എന്ന് പറയരുത്, ഖാഫ്. ചുവപ്പ് ബലൂണിലുള്ളത് ഫ ഇ. ഫ എന്ന് പറയരുതേ, ഫ ഇ. ഇങ്ങനെയാണത് വായിക്കേണ്ടത്. അപ്പോൾ എല്ലാ അക്ഷരങ്ങളും കുട്ടികൾക്ക് അറിയുന്നുണ്ടോ എന്നൊന്ന് നോക്കുക. അവസാനത്തത് 5-മത്തത് ചേർത്ത് വായിക്കാം എന്ന ചോദ്യമാണ്. 3 കളറുകളിലുള്ള വൃത്തങ്ങളുണ്ട്, റൗണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ ഓരോ അക്ഷരങ്ങളുണ്ട്. അതിൽ നിന്ന് ആരോ ഇട്ടിട്ട് വാക്ക് കൊടുത്തിട്ടുണ്ട്. ഈ വൃത്തത്തിലുള്ള വാക്കും അക്ഷരവും ബാക്കിയുള്ള ആ വാക്കും കൂടെ ചേർത്ത് വായിക്കാനാണ്. ഒന്നാമത്തെ നമുക്ക് വായിച്ചു നോക്കാം. ക ല് ബുൻ. കൂട്ടി വായിക്കുമ്പോൾ കൽബുൻ. ഇനി അടുത്തത് ക എന്നുണ്ട്, തല എന്നുണ്ട്, കതല. അടുത്തത് ദ എന്ന അക്ഷരമാണ്. ഹബുൻ എന്നുണ്ട്, നബുൻ എന്നുണ്ട്. ദഹബുൻ, ദനബുൻ. ശേഷം ലോ എന്നുള്ള അക്ഷരമാണ്. ലമ അ, ലഹ്റുൻ എന്നിങ്ങനെ ചേർത്ത് വായിക്കണം. എല്ലാവർക്കും ഇത് എളുപ്പമല്ലേ? എല്ലാവരും അക്ഷരങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാകും. നല്ല രൂപത്തിൽ ഇതുപോലെ ഉസ്താദിന് വായിച്ച് കേൾപ്പിക്കുക. ഇനി ഇതിൻ്റെ നേരെ അപ്പുറത്ത് വരുന്ന എഴുത്ത് പരീക്ഷ നമുക്ക് മറ്റൊരു വീഡിയോ ആയി ചെയ്യാം. എന്നാൽ രക്ഷിതാക്കൾക്ക് വായന പരീക്ഷയുടെ വർക്കുകളൊക്കെ ചെയ്യിപ്പിച്ചാൽ ഇപ്പോൾ സമയം കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്ക് ഇത് കാണിച്ചു കൊടുക്കാൻ അതൊന്നുകൂടെ ഫലം ചെയ്യും. അതുകൊണ്ട് അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കമൻറ്റ് തുറന്നാൽ ഒന്ന് നെക്കി കൊടുത്താൽ അടുത്ത വീഡിയോയിലേക്ക് എത്തും. അല്ലാഹു തആല നമ്മുടെ മക്കൾക്കൊക്കെ നല്ല മാർക്കോടുകൂടെയുള്ള വിജയം നൽകട്ടെ. കമൻറ്റിൽ ആമീൻ എഴുതുന്ന എല്ലാവരുടെ മക്കൾക്കും അല്ലാഹു തആല ഖൈറായ ഉന്നതമായ വിജയം, മുഴുവൻ മാർക്കോടുകൂടെയുള്ള വിജയവും നൽകട്ടെ. നമ്മുടെ മക്കളൊക്കെ ഇരുലോകത്തും ഉപകരിക്കുന്ന കൺകുളിർമയുള്ള മക്കളാക്കി അല്ലാഹു മാറ്റട്ടെ. ആമീൻ. ഒരു ലൈക്ക് കൊടുത്തേക്കുക. നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.